ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോപ്പൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആണ്. നമ്മളിപ്പം കുറച്ച് കാലമായിട്ട് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ വീഡിയോയും. അപ്പോൾ ആദ്യം തന്നെ കൺസിഡറേഷൻ്റെ ഡെഫിനേഷൻ നോക്കാം. സെക്ഷൻ 2D ആണ് പറയുന്നത്. ബേസിക്കലി കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്നതാണ് കൺസിഡറേഷൻ. അപ്പോൾ ഡെഫിനേഷൻ ഇങ്ങനെയാണ്: വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ the promisee or any other person has done or abstained from doing, or does or abstains from doing, or promises to do or abstain from doing something, such an act or abstinence or promise is called consideration for the promise. ഒരു വ്യക്തിയുടെ ആഗ്രഹപ്രകാരം മറ്റൊരു വ്യക്തി എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്യുക, അതാണ് എന്ത് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ത് ചെയ്തു, ബിക്ക് ഒരു ഹൗസ് സെൽ ചെയ്യാമെന്ന് പറഞ്ഞു 10 lakh rupees. അപ്പം എൻ്റെ പ്രോമിസിന് തിരിച്ച് നമ്മൾ ആ 10 lakh കൊടുക്കുന്നുണ്ട്, ബി 10 lakh കൊടുക്കുന്നുണ്ടല്ലോ, അതെന്താണ്? അതൊരു കൺസിഡറേഷനാണ്. അടുത്തതായിട്ട് ലീഗൽ റൂൾസ് ഫോർ വാലിഡ് കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷൻ വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ് എന്നാണ്. ഫസ്റ്റ് വൺ, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസറിൻ്റെ ആഗ്രഹപ്രകാരമായിരിക്കണം ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, എ എന്ത് ചെയ്തു, 10 ലക്ഷത്തിനൊരു കാറ് സെല്ല് ചെയ്യാം അല്ലെങ്കിൽ കൊടുക്കാമെന്ന് എഗ്രി ചെയ്തു. അവിടെ എ ആണ് 10 ലക്ഷം ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം എ ആണ് പ്രോമിസർ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. എന്നാൽ ഈ പണം കൊടുക്കേണ്ടത് ബി എൻ ആവണം നിർബന്ധമുണ്ടോ? ഇല്ല, വേറെ ഏതെങ്കിലും വ്യക്തിയും ആവാം. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. അതായത് ഒന്നല്ലെങ്കിൽ മുന്നേ ചെയ്ത പ്രവൃത്തികൾക്കാവാം, അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്നതിനാവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾക്കാവാം. അപ്പം ഇത് കൺസിഡറേഷൻ എന്താവാം? പാസ്റ്റ് ആവാം, പ്രസൻ്റ് ആവാം, ഫ്യൂച്ചർ ആവാം, ഏതുമാവാം. കൺസിഡറേഷൻ മസ്റ്റ് ബി ഓഫ് സം വാല്യൂ. അതായത് എത്രയാണെന്നൊന്നും കോൺട്രാക്ട് ആക്ടിൽ പറയുന്നില്ല, എന്നാൽ എന്തെങ്കിലും ഒക്കെ മതി. സംതിങ് ഇൻ വാല്യൂ, മറ്റേ ആൾ പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യത്തിന് ഈക്വലൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന്, അതിന് എക്സ്ചേഞ്ച് ആയിട്ട് സംതിങ് ഇൻ വാല്യൂ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. കൺസിഡറേഷൻ മസ്റ്റ് ബി ലീഗൽ, അതായത് ലീഗൽ അല്ലാത്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കൺസിഡറേഷൻ പറ്റില്ല. സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ഓർ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ. ഒരു കോൺട്രാക്റ്റിൽ 2 പാർട്ടികൾ കാണുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് നടപ്പിലാവുകയുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബിക്ക് കടം കൊടുക്കാനുണ്ട്. അപ്പം എ എന്ത് ചെയ്തു, സിക്ക് പ്രോപ്പർട്ടി സെല് ചെയ്തു. സി ബിക്ക് എന്ത് ചെയ്തു, ബിക്ക് കടം തിരിച്ച് കൊടുക്കാമെന്ന് പറയും. എൻ്റെ പകരം ബിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് സി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബിക്ക് എന്തില്ല, സിക്കെതിരെ റൈറ്റ്, അതായത് കേസ് കൊടുക്കാനുള്ള അവകാശമല്ല. കാരണം എന്താണ്, സി അവിടെ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ആണ്, അവിടെ എ ആണ് ബിക്ക് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സി സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ആണ്. അതാണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കണം. ഇനി അതിന് എക്സംഷൻ വരുന്നുണ്ട്. നോർമലി സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് വാലിഡ് അല്ല. ഇനി അതിന് എക്സംഷൻ വരുന്ന കേസുകളാണ്. ഒന്ന് ബെനിഫിഷ്യറി അണ്ടർ ട്രസ്റ്റ് ഓർ ചാരിറ്റി. പിന്നെ ഇൻ കേസ് ഓഫ് ഫാമിലി സെറ്റിൽമെൻറ്റ്, in case of certain marriage contract or agreement, in case of assignment of a contract. assignment of a contract എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരാൾ ഇൻഷുറൻസ് പോളിസി മകന് വേണ്ടിയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ മകന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇൻഷുറൻസിൻ്റെ പേരിൽ ഇൻഷുറൻസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അവിടെ മകൻ എന്തല്ല കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരാളല്ല. മകന് വേണ്ടി ആ എ എന്ന് പറയുന്ന ആളും പിന്നെ ഇൻഷുറൻസ് കമ്പനിയാണ് അവിടെ കോൺട്രാക്റ്റ് ഉള്ളത്. എന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, മകൻക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അസൈൻമെൻറ്റ് ഓഫ് എ കോൺട്രാക്ട്. പിന്നത്തെ കേസ് അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റപ്പഡ്, തെറ്റിദ്ധരിപ്പിച്ചിട്ട്. പിന്നെ ഇൻ കേസ് ഓഫ് കൺവീനിയൻറ്റ് റണ്ണിങ് വിത്ത് റൺ. ഇത്രയാണ് തേർഡ് പാർട്ടിക്ക് സ്യൂ ചെയ്യാൻ പറ്റുന്ന കേസ്. ഇനി പിന്നെ ഒരു കേസും കൂടി ഉണ്ട്, അത് ഏജൻ്റാണ്. അടുത്ത ടോപ്പിക്ക് ലീഗാലിറ്റി ഓഫ് എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻറ്റ്, പക്ഷെ അത് വാലിഡ് ആണ്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത് എഗ്രിമെൻറ്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റിങ്ങിലൂടെ അത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, വിത്തൗട്ട് കൺസിഡറേഷൻ അത് വാലിഡ് ആണ്. ഔട്ട് ഓഫ് നേച്ചർ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ പാർട്ടീസൊക്കെ കൊണ്ട് അത് റെഡിയാക്കിയിട്ടുള്ള ആ എഗ്രിമെൻ്റ് എന്താവും, അവിടെ വാലിഡ് ആവും വിത്തൗട്ട് കൺസിഡറേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഹസ്ബൻഡ് ബൈ എ രജിസ്റ്റേർഡ് എഗ്രിമെൻറ്റ് പ്രോമിസ് ടു പേ ഹിസ് ഏർണിങ്സ് ടു ഹിസ് വൈഫ്. അതായത് വൈഫിന് എന്ത് ചെയ്യാം, പൈസ കൊടുക്കാം എന്നുള്ളത് അവിടെ എഗ്രി ചെയ്തു. അതായത് അവിടെ എ
ഇൻ റിട്ടേൺ ആയിട്ട് ഒന്നും കൊടുക്കുന്നില്ല, എന്നാൽ പോലും ആ കോൺട്രാക്റ്റ് എന്താണ്, വാലിഡ് ആണ്. നെക്സ്റ്റ് കേസ് പ്രോമിസ് ടു കോമ്പൻസേറ്റ് ആണ്. അതായത് ഒരാൾ വോളണ്ടറിലി ചെയ്തൊരു കാര്യം, അതായത് നമ്മൾ പറയാതൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാതെയോ അല്ലാതെ ഏതെങ്കിലും രീതിയിൽ സ്വമേധയാ അയാളോടൊപ്പം നമുക്കൊരാളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുക. അതെന്താണ്, എഗ്രിമെൻറ്റ് വാലിഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. അടുത്തത് പ്രോമിസ് ടു പേ ടൈം ബാർ ഡെപ്റ്റ് ആണ്. ടൈം ബാർ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് കഴിഞ്ഞു, അതായത് ആ ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞു തിരിച്ചടക്കാനുള്ളത്. ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ആർക്കാണോ കടം കിട്ടാനുള്ളത് ആ ആൾക്ക് പോയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമ്മൾ കടം കൊടുത്ത് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് ഒരു ലിമിറ്റഡ് ടൈം ഉണ്ടാവും. അതിനുള്ളിൽ നമ്മൾ കേസ് കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനത്തെ കേസ് വരികയാണ്, അത് ടൈം ബാർ ഡെപ്റ്റ്. ഈ ടൈം ബാർ ഡെപ്റ്റ് പിന്നീട് ഈ ആൾ കടം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവിടെ അത് എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷനാണ്. പിന്നെ വരുന്നത് കംപ്ലീറ്റഡ് ഗിഫ്റ്റാണ്. പിന്നെ ഏജൻസിയിൽ എന്താണ്, അവിടെ കൺസിഡറേഷൻ റിക്വയർഡ് അല്ല. പിന്നെ ചാരിറ്റി. അടുത്ത ടോപ്പിക്ക് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആണ്. അതായത് ചില കൺസിഡറേഷൻ, ചില ഒബ്ജക്ട്സ് ഒക്കെ ലോഫുൾ ആണ്. ഇനി അതേ പ്രകാരം ചിലത് അൺലോഫുൾ ആയിട്ടുള്ളതും ഉണ്ട്. അങ്ങനെ ഏതൊക്കെയാണ് അൺലോഫുൾ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ എക്സാമ്പിൾ ഫോർബിഡൻ ബൈ ലോ, നിയമം തന്നെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടീൻ്റെ മാരേജ് ആണെന്നുണ്ടെങ്കിൽ അത് നിയമം നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ നടപ്പിലാക്കിയാൽ അതെന്താണ്, അൺലോഫുൾ ആണ്. ഇഫ് ഇറ്റ് ഈസ് ഡിഫീറ്റ്സ് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ, ഏതെങ്കിലും ലോൻ്റെ പ്രൊവിഷൻസിനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, അതും പറ്റില്ല. പിന്നെ ഫ്രോഡുലൻ്റ് ആണെങ്കിൽ, കൺസിഡറേഷൻ ഇമ്മോറൽ ആണെങ്കിൽ, കൺസിഡറേഷൻ ഒപ്പോസ് ടു പബ്ലിക് പോളിസി ആണെങ്കിലും ഇതൊക്കെയാണ് അൺലോഫുൾ കൺസിഡറേഷൻ. അപ്പോൾ നമ്മൾ ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി? ട്രേഡിംഗ് വിത്ത് എനിമി, ഇപ്പം വാർ നടക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ചെയ്യുമ്പം അത് ഒപ്പോസ് ടു പബ്ലിക് പോളിസിയാണ്. അതേപോലെ സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ, ഒരാൾ കേസ് കൊടുക്കാതിരിക്കാനായിട്ട് നമ്മൾ അവരെ പ്രിവെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തുകയോ, ഇതൊക്കെയാണ് സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ചില ക്രിമിനൽ ഒഫൻസുകൾ പൈസ കൊടുത്തിട്ട് അതിന് പ്രലോഭിപ്പിച്ചിട്ട് അത് കേസ് കൊടുക്കാതെ ആക്കി മാറ്റുക. മെയിൻ്റനൻസ് ആൻഡ് ചാമ്പേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് ചെയ്യാം. അതാണ് മെയിൻ്റനൻസ് ആൻഡ് ചാമ്പേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രാഫിക്കിംഗ് റിലേറ്റഡ് ടു പബ്ലിക് ഓഫീസസ് ആൻഡ് ടൈറ്റിൽസ്, അതായത് ഗവൺമെൻറ് ജോലി നൽകാമെന്ന് പറഞ്ഞിട്ട് ഒരാളെ പ്രലോഭിപ്പിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഉയർന്ന പദവി നൽകാമെന്നൊക്കെ ഓഫർ ചെയ്യുക. അതാണ് ഈ ട്രാഫിക്കിംഗ് റിലേറ്റഡ് ടു പബ്ലിക് ഓഫീസസ് ആൻഡ് ടൈറ്റിൽസ്. ഇനി എഗ്രിമെൻറ്റ് ടെൻഡിങ് ടു ക്രിയേറ്റ് മൊണോപോളീസ്, പിന്നെ മാരേജ് ബ്രോക്കറേജ് എഗ്രിമെൻറ്റ്, അതേപോലെ ഇൻ്റർഫിയറൻസ് വിത്ത് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ്, ഇൻട്രസ്റ്റ് അഗെയിൻസ്റ്റ് ഒബ്ലിഗേഷൻ, കൺസിഡറേഷൻ അൺലോഫുൾ ഇൻ പാർട്ട്. അതായത് ഇപ്പം ചെറിയ രീതിയിൽ ഒരു കോൺട്രാക്റ്റ് അതിൽ പകുതി അൺലോഫുള്ളാണ്, എന്നാൽ പകുതി ലോഫുൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയും അതും പറ്റില്ല. അത് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ഇത്രയൊക്കെയാണ് ഈ യൂണിറ്റിലുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം. അതുപോലത്തെ ഇഗ്നു കോണ്ടൻറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.